എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലേക്ക്, എല്ലാ മക്കളുടെയും കുടുംബത്തിലേക്ക്, അവരുടെ വ്യക്തിപരമായ നിയോഗത്തിലേക്ക് കർത്താവ്, ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലേക്ക് കർത്താവെ വലിയ അനുഗ്രഹങ്ങളും വലിയ അടയാളങ്ങളും അങ്ങ് ചെയ്യണമേ എന്ന് തിരുമുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ധ്യാനത്തിന്റെ 3-ാം ദിവസം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ വലിയ ഇടപെടലിന് വേണ്ടി നമ്മളായിരിക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് നമുക്കായിരിക്കാം. സങ്കീർത്തനം 38-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, കർത്താവേ, എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, എന്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വചനമാണിത്. ഈ ലോകത്ത് എവിടെയെല്ലാം ഞാനും നിങ്ങളും പോയാലും എൻ്റെ തേങ്ങലുകളും ആഗ്രഹങ്ങളും അതിൻ്റെ ആഴത്തിൽ അറിയാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, അതെൻ്റെ കർത്താവ് മാത്രമാണ്. കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് എനിക്ക് ഉത്തരം അരുളേണ്ടതെന്ന് നിങ്ങൾ ദൈവത്തോട് പറ. ഈശോയെ, നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ്, നീയാണ് എനിക്ക് ഉത്തരം തരേണ്ടവൻ. ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു, വേദന എന്നെ വിട്ടുപിരിയുന്നില്ല എന്ന് സങ്കീർത്തകൻ ദൈവത്തോട് പറയുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്കായി അണഞ്ഞിരിക്കുന്ന മക്കളുടെ ഹൃദയവേദനയും ഇത് തന്നെയാവും. ഈ സങ്കീർത്തകൻ എഴുതി വെച്ചത് അതേപടി ഞാൻ വായിച്ചതാണ്. ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു, വേദന എന്നെ വിട്ടുപിരിയുന്നില്ല. ഈ ലോകത്ത് ആരോടും പറഞ്ഞാലും മാറ്റാനാവാത്ത ആ ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹം മാത്രമാണ് പ്രിയപ്പെട്ടവർ ഇപ്പൊ എന്നെയും നിങ്ങൾ ഇവിടെ ആയിരിക്കുക. ആ ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ, എന്നെ കൈവിടരുതേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ സഹായിക്കാൻ നീ വേഗം വരണം. നമ്മുടെ ധ്യാനത്തിന്റെ 1-ാം ദിവസം ദൈവത്തിന്റെ വലിയ ഹോപ്പിലേക്ക്, ദൈവമാകുന്ന പ്രതീക്ഷയിലേക്ക്, സ്നേഹത്തിലേക്ക് നമ്മൾ മനസ്സും ഹൃദയം എല്ലാം ചേർത്ത് വെച്ചു. എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ്. സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നുണ്ടായ കുറവുകള്, മുറിവുകള്, കർത്താവിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ രൂപപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ നമ്മൾ ചിന്തിച്ച ദിവസമാണ്. യേശുവേ, അങ്ങ് ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പ്രകാരം ഞങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമെന്ന്, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അതേ മക്കളെ, ഞാനും എന്നെയും നിങ്ങളെയും ഒക്കെ ഒരുക്കി ഈ സൂം പ്ലാറ്റ്ഫോമില് ഈശോയുടെ മുൻപിൽ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കി കണ്ടുകൊണ്ട്, കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ അങ്ങ് ഈ ദിവസം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് മനസ്സ് തുറന്നു കൊടുത്ത് എല്ലാ മക്കളും ഹൃദയം കൊടുത്ത് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, നന്ദി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ചല്ലാതെ എന്നെ പറഞ്ഞയക്കരുതേ കർത്താവേ. ഈ ദിവസത്തിന്റെ ഈ മണിക്കൂറുകളിൽ സ്വർഗത്തിന്റെ വലിയ ശക്തി എല്ലാ വിശുദ്ധരുടെയും തുതിയോട് ചേർന്ന്, എല്ലാ മാലാഖമാരുടെയും വലിയ തുതിയോട് ചേർന്ന് കർത്താവേ, സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇവിടെ വ്യാപരിക്കാൻ, കർത്താവിന്റെ അത്ഭുതങ്ങൾ ഈ മക്കളുടെ മേല് സംഭവിക്കാൻ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാൻ തക്കവിധത്തിൽ സ്വർഗം ഈ മക്കളുടെ മേൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ്, മനസ്സ്, ശരീരം, ആത്മാവെല്ലാം വിട്ടുകൊടുത്ത് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഓരോ സെക്കൻഡുകളും കർത്താവിന്റെ അത്ഭുതത്തിന്റെ മണിക്കൂറാക്കി ഈശോ മാറ്റട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി വിളിച്ച യേശുവേ, യേശുവേ,
ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. നമുക്കെല്ലാം കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, കർത്താവ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ ദാനമായ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവമേ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കാനാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഓരോ സെക്കൻഡുകളെ നിങ്ങൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. കർത്താവിന്റെ തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യോബിന്റെ പുസ്തകത്തില് 10-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. ദൈവം സൃഷ്ടിച്ച ശരീരത്തില് പുഴുക്കൾ അരിഞ്ഞിറങ്ങുന്ന ഒരവസ്ഥ ജോബ് തിരിച്ചറിയുകയും തൻ്റെ ശരീരത്തിലെ അഭംഗി നിറഞ്ഞ അവസ്ഥകളെയെല്ലാം ജോബ് കാണുകയാണ്. ജോബ് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ,
ഇതാണ് എൻ്റെ അവസ്ഥ. ഇന്നൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഓരോ മക്കളും സ്വർഗം തരുന്ന കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്കവിധം നിന്റെ ശരീരത്തെ രൂപപ്പെടുത്തണമേ എന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ മക്കളെ, ദൈവത്തിന് നിന്റെ ശരീരത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. കോശങ്ങൾ നിർജീവമായി പോയെന്ന് നിനക്ക് തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. അതിനെ ചലിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. നീ വിശ്വസിക്കും, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ജോബ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, വലിയ അത്ഭുതത്തിന്റെ ഒരു വചനമാണിത്. ജോബ് ദൈവത്തോട് പറയാണ്, തന്റെ ചീഞ്ഞടിഞ്ഞ ശരീരത്തെ നോക്കിയിട്ട് പറയാണ്, കർത്താവേ, നീ ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു, അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങനിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു. ഒരു വ്യക്തിയെ ദൈവം രൂപപ്പെടുത്തിയിരിക്കുക, എന്നെയും നിങ്ങളെയും ചർമ്മം കൊണ്ട് മാംസം കൊണ്ട് പൊതിഞ്ഞ് അസ്ഥിയും സ്നായുക്കളും കൊണ്ട് തുന്നിച്ചേർത്ത് വലിയ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ശരീരമാണ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ ശരീരത്തെ ദൈവം രൂപപ്പെടുത്തട്ടെ. ഇപ്പൊ ഏതവസ്ഥയിലാണെങ്കിൽ, ജോബിനെ പോലെ പറയാൻ ഒരു ശരീരമില്ലാത്ത വിധത്തിൽ പുഴുക്കളരിയുന്ന ഒരു ശരീരം പോലെ നിന്റെ ശരീരത്തോട് നിനക്ക് വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാകും. ചിലപ്പോ ചില ദമ്പതികൾ സംസാരിച്ചിട്ടുണ്ട്, സിസ്റ്ററെ, ശരീരത്തോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. പാഴായി പോയ ജന്മമാണല്ലോ ഓർത്ത് എന്നെ തന്നെ വെറുത്തു പോകുന്നത് ചില ജീവിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിനക്ക് അങ്ങനെയും തോന്നിയിട്ടുണ്ട്. എന്നാല് ജോബിനെ പോലെ നീ പറയണം, അപ്പാ, നീ തുന്നിച്ചേർത്ത അസ്ഥിയും സ്നായുക്കളും കൊണ്ട് നീ രൂപപ്പെടുത്തിയ, നീ ആഴമായ സ്നേഹം നിറച്ച, നിന്റെ ജീവൻ പകർന്ന എന്റെ ശരീരത്തെ നിനക്ക് ഞാൻ തരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഈശോയുടെ കരങ്ങളിലോട്ട് ഒരിക്കൽ കൂടി കൊടുക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി തരട്ടെ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വചനം ഇന്നും പ്രവർത്തിക്കുന്ന നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വചനത്തിലൂടെ കർത്താവ് നിന്റെ ശരീരത്തില് കുറവുള്ള നിന്റെ ജീവിത മേഖലകളില് ഒരു മാറ്റം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി ദൈവസന്നിധിയിലേക്ക്, കർത്താവേ, നീയാണ് എന്റെ പ്രതീക്ഷ, നീ മാത്രമാണ് കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണേ കർത്താവേ, എന്റെ നിലവിളി കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക്, ഈ മക്കളിലേക്ക്, ഈ ശരീരത്തിലേക്ക്, ദൈവത്തിന്റെ ആലയമായ ഈ ശരീരത്തിലേക്ക് നിറയട്ടെ കർത്താവേ. ഈ മക്കളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഈശോയുടെ ശക്തി കടന്നു വരട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി, കർത്താവിന്റെ പരിശുദ്ധാത്മാവ്. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ.
ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവപുത്രനെ സ്വീകരിക്കാൻ തക്കവത്തിന്റെ ശരീരത്തെ വിശുദ്ധിയോടെ അമ്മ ഒരുക്കിയില്ലേ അമ്മേ? ഈ മക്കൾക്ക് ഓരോരുത്തർക്കും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഇവരുടെ ശരീരത്തെ അമ്മ ഒരുക്കണമേ അമ്മേ. അമ്മ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കും. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാന ശുശ്രൂഷയുടെ 3-ാം ദിവസത്തിലാണ്. ഞാൻ ഒത്തിരി ധ്യാനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് അറിഞ്ഞ് ഏറെ പ്രാർത്ഥിച്ച് ഏറെ ധ്യാനത്തോടെ ഒരുങ്ങി ഞാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധ്യാനമാണ് ഈ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള ധ്യാനം. ഒരുപക്ഷെ ഞാൻ എല്ലാ ധ്യാനങ്ങൾക്കും ഇത്രയും വില കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്കതിന് പറയാൻ പറ്റും. അതിന് കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാനൊരു ഉത്തരവൊന്നും എനിക്കില്ല. പക്ഷേ ഈ നിങ്ങളുടെയൊക്കെ വേദനകളുടെ ആഴം ഹൃദയത്തിൽ എനിക്ക് ഈശോ തരാറുണ്ട്. ആ ഒരു ഫീലിംഗ് എനിക്ക് ഈശോ തരും. ചിലപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. നിങ്ങളുടെ വേദനകള് അതെത്ര വലുതാണ് എന്ന് ഞാൻ 1-ാം ദിവസം പറഞ്ഞതുപോലെ നിശബ്ദ സഹനമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ സഹനം എന്ന് പറയും. അല്ലെങ്കിൽ ദൂരെ ദൂരെ ഒരു ദമ്പതികൾ ഇങ്ങനെ പറഞ്ഞത് എന്നോട്, സിസ്റ്ററെ, ഞങ്ങളുടെ യാത്ര ഒരു ഗതിയില്ലാത്ത, ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത യാത്രയാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ഹോപ്പൊന്നും ഇല്ലല്ലോ. അവര് പറയുകയാണ്, ഈ റോഡ് എവിടെ ചെന്ന് തീരും, ഞങ്ങൾ ഈ നടക്കുന്ന വഴിക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത്രമാത്രം ജീവിതത്തിന്റെ ചില വേദനകളിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളാണ് മക്കളില്ലാത്ത ദമ്പതികൾ എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2 ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ കുറിച്ചും എങ്ങനെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനി 3-ാമതായി ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിന്റെ മുമ്പിൽ ഒന്ന് കീഴടങ്ങി ദൈവത്തെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഞാനും നിങ്ങളും ദൈവത്തിന് കീഴടങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ തരില്ല എന്ന അർത്ഥമില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ ലഭിക്കണമെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുങ്ങാവുന്നിടത്തോളം ഒരുങ്ങുക, ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കാവുന്നിടത്തോളം പ്രതീക്ഷ വയ്ക്കുക. ഇനി ബാക്കി മുഴുവൻ ദൈവമാണ് ചെയ്യണ്ടേ. ഒരു സറണ്ടർ ഉണ്ട്, ഒരു കീഴടങ്ങലുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിന്റെ മുൻപിൽ ഒന്ന് കീഴടങ്ങി നിൽക്കേണ്ടതുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് താൻ. പക്ഷേ ഒത്തിരി പേർക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്തതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോ അതെനിക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതൊരു പരിധിവരെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിലും എൻ്റെ സഭയിലുമുള്ള എൻ്റെ വിശ്വാസത്തിന്റെ ആഴം തന്നെയാണെന്നാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കുകയാണ്, എനിക്ക് വലിയ സന്തോഷമാണ് സിസ്റ്റർ, ആ കുഞ്ഞിനെ കാണാൻ പറഞ്ഞു. അപ്പം മോളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം ഒന്നും ശരിയായ രീതിയിലല്ല, വേറൊരു രീതിയിലാണ് വിവാഹമൊക്കെ നടന്നത്. 10 വർഷക്കാലം ഈ കുഞ്ഞിന് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് വിചാരിച്ചു, അതൊന്നും നടന്നില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ നാളുകൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി അവിടെ ഇല്ല, അവരിവിടെ താമസിക്കുന്ന അവിടെ ഇല്ലെന്ന് പറഞ്ഞു, അമേരിക്കക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഹസ്ബൻഡും
ആ പെൺകുട്ടിയും ഒരു കുഞ്ഞുമുണ്ട്. ഇവർ അമേരിക്കയ്ക്ക് പോയത് മറ്റൊന്നിനും വേണ്ടിയല്ല. വേറൊരു സ്ത്രീയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഇവർക്കായിട്ട് ഇവര് ആർട്ടിഫിഷ്യലി അവർക്കൊരു കുഞ്ഞിനെ കിട്ടുന്നു. ആ കുഞ്ഞിന്റെ അമ്മയും ആ സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീയിൽ നിന്ന് കാശ് കൊടുത്ത് ആ കൊച്ചിനെ മേടിക്കാനായി ഇവർ അമേരിക്കയ്ക്ക് പോയതാണ്. ഇന്ന് സ്വന്തം കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ അവർ വളർത്തുകയാണ്. എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ ഞാനത് പറയുന്നത് ശരിയോ തെറ്റോ എന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടോ ഒരിക്കലും അതൊരു പരിശുദ്ധാമോ തന്ന ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കതിൽ ആനന്ദിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരു ഭർത്താവിനെയും ഭാര്യയും ഈശോ ബലിപീഠത്തിന് മുമ്പിൽ കൊണ്ടുപോയി ചേർത്ത് വെക്കുമ്പോ, നിങ്ങളിലൂടെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗം അത് തരും. അതിനുവേണ്ടി കടക്കാരെ വാടകക്കാരെ തേടിപ്പോകുന്ന ഒരു ജീവിതത്തിലോട്ട് നമ്മൾ പോയിട്ട് ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. ഞാൻ നിങ്ങളെ ആരെയും വിധിക്കുകയല്ല, ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഒരുപക്ഷെ നിങ്ങൾ പറയും സിസ്റ്ററിന് അറിയില്ലാത്തത് കൊണ്ടാ. പക്ഷെ അതല്ല മക്കളെ, ഞാൻ കണ്ട ചില അനുഭവങ്ങളുണ്ട്. നമ്മള് ശാസ്ത്രം ഒരുപാട് വികസിക്കുമ്പോ ശാസ്ത്രത്തിന്റെ പിന്നാലെ പോയി എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ ലഭിക്കാൻ നമ്മൾ ഓടി ഓടി പോകുമ്പോ പലർക്കും അത് അനുഭവിക്കാൻ പറ്റാത്ത കണ്ണുനീരിന്റെ ചരിത്രങ്ങളും ശരീരത്തിൽ അതിന്റെ കോംപ്ലിക്കേഷൻസും നിരാശയുമായി പോകുന്ന ദമ്പതികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളാകുമ്പോ നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നീ അതിനു മുമ്പ് കീഴടങ്ങണം. നിന്റെ ഭാര്യയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട മകനെ, അതിനു മുമ്പ് കീഴടങ്ങണമെന്നുള്ള വലിയ യാഥാർത്ഥ്യം സ്വർഗം നമ്മളോട് പറയുകയാണ്. ആ കീഴടങ്ങലിന്റെ ആ കാത്തിരിപ്പിന്റെ നടുവിലാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുക. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ 2 ദിവസവും കർത്താവ് ഇടപെടുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ സിസ്റ്റർ കോൺട്രഡിക്ഷനായി സംസാരിച്ചു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇത് നിങ്ങളോട് പറയണമെന്ന് ഈശോനോട് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനേകം ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ പോയ വീടും നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞ സംഭവമാണ്. എനിക്കറിഞ്ഞുകൂടും. ആരുടെയും ജീവിതത്തെ വിധിക്കാനോ അടുത്ത ഫ്യൂച്ചർ എന്താ എന്ന് പറയാനോ ഒന്നും ഞാൻ ആളല്ല. പക്ഷേ ഒരു വലിയ സത്യം സ്വർഗം നമ്മളെ പഠിപ്പിക്കുന്നു. ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്വർഗത്തിന്റെ കൃപയിറങ്ങി ഒരു കുഞ്ഞിനെ ദൈവം തരട്ടെ. അതിനായിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അപ്പോ ദൈവത്തിന്റെ മഹാകരുണയ്ക്ക് മുൻപിലേക്ക് ഒന്ന് ശിരസ് നമിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് ഈ ധ്യാനത്തിന്റെ 3-ാം ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ സാഹചര്യത്തെ 2 കൈയും നീട്ടി ഞാൻ സ്വീകരിക്കുക. നാളെ രാവിലെ നീ എനിക്കൊരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യെസ്, ഞാനത് സ്വീകരിക്കുന്നപ്പാ. ഇപ്പൊ ഒരു സറണ്ടർ, ദൈവഹിതത്തിന്റെ മുമ്പിൽ ഒരു കീഴടങ്ങല്, ഒരു കീഴടങ്ങി ആശ്രയിക്കാൻ പറ്റണം. കീഴടങ്ങി ഓടി മാറുമല്ല. ഇനി ദൈവം തരാൻ പോകുന്നില്ല, അതുകൊണ്ട് ദൈവം വേണ്ട എന്ന് പറയുന്ന ഒളിച്ചോട്ടമല്ല. ഒരു കീഴടങ്ങലും ഒരു സറണ്ടറും ഒരാശ്രയിക്കുന്ന ലെവലുമാണ്. അതാണ് നമ്മൾ സുവിശേഷത്തിലും വിശുദ്ധഗ്രന്ഥം മുഴുവനും കാണുന്നത്. മരണത്തോളം ദൈവത്തോട് ചേർന്ന് നിന്ന മക്കളില്ലാത്ത ദമ്പതികളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഈ ധ്യാനമൊക്കെ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ, ദൈവഹിതത്തിന്റെ മുമ്പിൽ കീഴടങ്ങാനുള്ള വലിയൊരു കൃപ, അതുവഴി നീ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ലോകത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞ് ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, സ്വർഗം എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. ചിലപ്പോൾ കർത്താവിന് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള പദ്ധതി വേറെയാകാം. അപ്പോൾ അത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തണം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നോളം എൻ്റെ യാത്രയിൽ ദൈവ മഹത്വം വെളിപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ഞാൻ ജീവിച്ചത്? ഒരു തിരിഞ്ഞു നോട്ടമുണ്ട്, ഒരു തിരിഞ്ഞൊരു യാത്രയുണ്ട്. എഫേസോസ് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ
11, 12 വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തില് 1-ാം അധ്യായം 11, 12 വചനങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുകയാണ്. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവൻ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇന്ന് ഈ കുടുംബ ജീവിതത്തിലേക്ക്, ഈ ജീവിത പങ്കാളിയുടെ കൂടെ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമാണ്. എല്ലാം പൂർത്തിയാക്കും. അവന്റെ ഹിതം ഒന്നും പൂർത്തിയാക്കാതിരിക്കില്ല. അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച്, തന്റെ പ്ലാൻ അനുസരിച്ച് നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുക. ദൈവം തരും, ദൈവം അനുഗ്രഹിക്കും. ഇന്ന് രാവിലെ എനിക്ക് 2 ടെസ്റ്റ് മണികളാണ് കിട്ടിയത്. ഞാൻ 2 ഡീക്കൻ അനിൽ അയച്ചു കൊടുത്തു. എല്ലാ ദിവസവും ഓരോ ടെസ്റ്റ് മണികളും 1, 2 ഒക്കെ എനിക്ക് കിട്ടും. അത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്തതാണ്. പക്ഷെ അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഒന്ന് സറണ്ടർ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ അതിലേക്ക് ദൈവത്തിന് ഒന്ന് സമർപ്പിക്കുക. എന്നിട്ട് വചനം പറയാൻ, ഇത് എന്തിനാണ് ഇങ്ങനെ സറണ്ടർ ചെയ്യാൻ പറയും? ദൈവം എന്തിനാണ് നിന്നെ തെരഞ്ഞെടുത്തത്? ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം, നമ്മുടെ പ്രതീക്ഷ ദൈവത്തിലാണ്. ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ദൈവം എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? എന്തിനാണ് യേശുവാകുന്ന പ്രതീക്ഷയിലേക്ക് എൻ്റെ ജീവിതത്തെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നത്? അത് മറ്റൊന്നിനും വേണ്ടിയല്ല, എൻ്റെ ദൈവത്തിന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ഞാൻ ജീവിക്കാനാണ്. എൻ്റെ കർത്താവിന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അത് ആവശ്യപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇന്ന് ഭാര്യ ഭർത്താവായിരുന്ന ധ്യാനം കൂടുമ്പോ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കാനുള്ള ഒരു കൃപ നീ എനിക്ക് തരണം. നീ അതെന്റെ ജീവിതത്തോട് നീ അത് ചേർത്ത് വെക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ മറ്റൊരു വചനത്തിലോട്ട് പോവുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്കെതിരെ ലേഖനം 4-ാം അധ്യായം 11, 12, 13 വചനങ്ങൾ. പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്കെതിരെ ലേഖനമാണ്. നമ്മൾ അതൊന്ന് എടുക്കുക. ആ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മൾ കാണുന്ന മറ്റൊരു വചനം ഇതാ. എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, സ്ലീഹ പറഞ്ഞു വെക്കുക, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. സറണ്ടർ ചെയ്യാണ്, ദൈവഹിതത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യുകയാണ്. ഏത് സാഹചര്യത്തിലും തൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുക, ഈ മക്കളില്ലാത്ത ഈ ഒരു സാഹചര്യം ദൈവം നിനക്ക് അനുവദിച്ചിരിക്കുക. നിന്റെ ഉള്ളിൽ സമാധാനക്കേടും തൃപ്തിയില്ലായ്മയുമാണ് എങ്കിൽ ഈശോ പറയുകയാണ്, മകളെ, ഞാൻ നിനക്ക് അനുവദിച്ചിരിക്കുന്ന ചുരുങ്ങിയ കാലഘട്ടമാണ്. നീ തൃപ്തിയോടെ ഈ സാഹചര്യത്തെ ഒന്ന് സ്വീകരിച്ച്, ഇതിനെ ഒന്ന് അംഗീകരിച്ച്, ഈ ഒരു വേദനയെ നീ ഒന്ന് ചേർത്ത് പിടിച്ച്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് ഏത് സാഹചര്യം കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം. അടുത്ത വചനമാണ്, നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ്. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ദൈവത്തിന്റെ വലിയൊരു വചനമാണ്. നിങ്ങളുടെ ഹൃദയത്തോടെ ഈ വചനങ്ങളെല്ലാം ഏറ്റെടുക്കണം. ഇന്ന് മൂന്നാം ദിവസം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടുന്ന ഒരാളാണ്. അനേക വ്യക്തികളുമായി വെരി പേഴ്സണലി ഞാൻ സംസാരിക്കാറുണ്ട്. അനേക കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ ആ കുഞ്ഞിന് ദൈവം നിങ്ങളുടെ ശാഠ്യങ്ങൾ ചിലപ്പോൾ ആ കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തരാം. പക്ഷെ നാളെ ഒരിക്കൽ ഈ കുഞ്ഞിനെ എനിക്ക് എന്തിന് കിട്ടിയെന്ന് ചിന്തിക്കുന്ന ചില മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ ഹിതമാകുന്നെങ്കിൽ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് തെറ്റില്ല മക്കളെ. ആ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. നമ്മൾ ഇന്നലെ ഇന്നും ഒക്കെ ഒരുപാട് ചോദിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഈ 2 ദിവസവും എൻ്റെ ചങ്കിന്റെ നൊമ്പരവും വേദനയും നിന്റെ പക്കലേക്ക് എടുത്തു വെച്ചു. ഇന്ന് ഞാൻ നിന്നോട് പറയുകയാണ്, നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നിന്റെ ഹിതമെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ നീ തരണം. അങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കണം. ദൈവം തരാതിരിക്കില്ല
നിങ്ങൾ അങ്ങനെ ഓർത്തേക്കരുത്. എനിക്ക് തോന്നുന്ന ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ശുശ്രൂഷയുടെ അവസാനം ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ആ ആളുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അവര് അന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോ അവര് പറഞ്ഞു 17 വർഷമായി കുഞ്ഞുങ്ങളില്ലെന്ന്. സത്യത്തില് അവരുടെ അത് കേട്ടപ്പോ എനിക്ക് അവരോട് പറയാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. 17 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളോട് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്ത് അവരോട് പറയാൻ എനിക്കൊന്നുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പോസിറ്റീവും നെഗറ്റീവും ഒന്നും എൻ്റെ മനസ്സിലോട്ട് വരുന്നില്ല. അപ്പോ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു വചനം എനിക്ക് ഈശോ തന്നത് ഇതാണ്. ലൂക്ക 1:38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ് എൻ്റെ മനസ്സിൽ. ദൈവഗതത്തിന് കീഴടങ്ങ് കേട്ടോ. ഈശോ ഒരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 1 വർഷത്തിനൊരു കുഞ്ഞിനെ തരും. ഈ 2 കാര്യങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഇത് പറഞ്ഞു വെക്കുമ്പോഴും എൻ്റെ ഉള്ളില് എനിക്കൊരു സംശയം പോലെയാ. അവർക്ക് ആ വചനം എത്രമാത്രം അംഗീകരിക്കാൻ പറ്റിയെന്ന് നമുക്കറിയില്ല. എന്നാല് ഇതായി 2000 പിറ്റത്തെ വർഷം ഞാൻ ഈ ധ്യാനം കൂടുന്ന തൊട്ട് മുമ്പ് എനിക്ക് തോന്നുക ഒരു 3 മാസം മുമ്പ് ഒരു നീണ്ട 3 പേജിന്റെ പേപ്പർ എനിക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ഈശോ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിരിക്കുക. ഒരു പെൺകുഞ്ഞിനെ. 17 വർഷം കഴിഞ്ഞു. സിസ്റ്റർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ വചനം പറഞ്ഞില്ലേ? ഞങ്ങൾ ആ വചനം ഏറ്റെടുത്തു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന്. പിറ്റത്തെ മാസം ദൈവം അത്ഭുതകരമായി എനിക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കൃപ നൽകിയിരിക്കുകയാണെന്ന് ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞോണ്ട് കുറെ മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ദൈവമക്കളെ, അതുകൊണ്ട് ദൈവഹിതത്തിന് മുമ്പ് നമ്മൾ കീഴടങ്ങുമ്പോ അത് കിട്ടാതിരിക്കുവല്ല, അത് കിട്ടും. അത് ദൈവം നമുക്ക് തരും. അപ്പൊ ഞാനും നിങ്ങളും ഇന്ന് ഈ സാഹചര്യത്തിലായിരിക്കും. ഈ 2 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ദൈവത്തോട് പറയാണ്, അപ്പാ എന്റെ നിലവിളിയും കണ്ണുനീരും എല്ലാം നീ കണ്ടില്ലേ? നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ താ കർത്താവേ. ഞാൻ നിനക്ക് എൻ്റെ ഈ വേദന മുഴുവൻ സറണ്ടർ ചെയ്തിരിക്കുക, സമ്പൂർണമായിട്ട് സമർപ്പിക്കുക. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ചോദിച്ചൊത്തിരി ശാഠ്യം പിടിച്ച് മേടിച്ചതൊക്കെ കണ്ണുനീരിന് കാരണമായ അനേകം ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പറഞ്ഞു. ഇന്ന് കർത്താവിനോട് പറയുകയാണ്, ഈശോയെ ഇനി നിന്റെ ഇഷ്ടം. ഈ 3-ാം ദിവസത്തെ ധ്യാനത്തിൽ ഒരു സമർപ്പണമാണ്, ദൈവഹിതത്തിന് മുമ്പിൽ ഒരു കീഴടങ്ങലാണ്. ഇനി എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന്. ഈ ഭൂമിയെ ജീവിക്കുമ്പോ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് കണ്ണുകളടച്ച എല്ലാ മക്കളും കണ്ണുകളടച്ച ഹൃദയവേദനകൾ മുഴുവൻ ഈശോയുടെ പക്കലോട്ട് സമർപ്പിക്കും. ഈശോയെ, ഈ കുഞ്ഞില്ലാത്തൊരവസ്ഥയുടെ വേദനയെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്ന ഈശോയോട് പറ. നീ കടന്നു പോകുന്ന ഈ അവസ്ഥയെ സമർപ്പിക്കുക. ഇത് ഇന്ന് ഈശോ എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു വേദനയുടെ നിമിഷമാണ്. അതൊന്ന് ഏറ്റെടുത്ത് എല്ലാ മക്കളും സമ്പൂർണമായിട്ട് സമർപ്പിക്കും. ഈശോ നിനക്കായിട്ട് അനുവദിച്ച ഈ വേദനയുടെ നിമിഷത്തെ കർത്താവിന്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവേ, ഈ നിമിഷത്തിൽ, ഈ സമ്പൂർണ്ണ സമർപ്പണത്തിൽ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തരികയാണ്. ഒത്തിരി വേദനയുണ്ടപ്പ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഓരോരുത്തരും പ്രാർത്ഥിക്കും, ഈശോയോ ഒരുപാട് എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. സമ്പൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ച്, ഈശോയെ നിന്റെ ഹിതം നടക്കണമേ എന്ന് ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ നിന്റെ ഹിതം നടക്കട്ടെ ഈശോയെ. ഈ മക്കളുടെ ശരീരത്തിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഈ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ. ഈശോയെ, ഒരു കുഞ്ഞിന് വേണ്ടി ഈ മക്കൾ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ ഹിതത്തിന് വേണ്ടി ഈ മക്കൾ ഇവരെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. ഈശോയെ, നിന്റെ ഇഷ്ടം നടക്കട്ടെ കർത്താവേ. നിന്റെ ഇഷ്ടം ഈ മക്കളുടെ ജീവിതത്തിൽ നടക്കട്ടെ, ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. അത് സമ്പൂർണ്ണമാകട്ടെ കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ
യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. ഈശോ, 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 ഈശോ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഹല്ലേലൂയ, ആരാധിക്കുന്നു, ഹല്ലേലൂയ, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ദൈവഹിതം നടക്കാൻ യേശുവേ, സമ്പൂർണ്ണമായിട്ട് യേശുവേ, വിട്ടുകൊടുക്കുക. യേശുവേ. ഈശോയെ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ. ഈ കണ്ണുനീരുകളെ മുഴുവൻ സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ നന്ദിയപ്പാ. ഈശോയെ, ആരാധന ഈശോയെ. നീ ആരാധന ഈശോയെ. തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ, സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. യേശു നായകൻ. എല്ലാ തകർച്ചകളെയും നീരോഗിയാണോ മകനേ, നീരോഗിണിയാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, സൗഖ്യദായകൻ, നിന്റെ വേദന അറിയുന്നവൻ ഈശോയെ, വേദന അറിയുന്ന കർത്താവേ. യേശു നായകൻ, കർത്താവേ, കരുണ കാണിക്കണേ ഈശോ. യേശു നായകൻ. കരങ്ങളെല്ലാം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയേ കരുണയാകണമേ. ഹല്ലേലൂയ, 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 കരുണയാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ഒരിക്കൽ കൂടി കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. കർത്താവേ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണം. കർത്താവേ, നിന്റെ ഇഷ്ടം നടക്കണം. സ്വർഗത്തിന് ഇഷ്ടമുണ്ട് നിനക്കൊരു കുഞ്ഞിനെ തരാം. നീ അതുകൊണ്ട് പേടിക്കണ്ട. ദൈവത്തിന് കീഴടങ്ങ്, സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കും. ഈശോയെ, ഇപ്പോഴത്തെ ഈ തകർച്ച, ഇപ്പോഴത്തെ ഈ വേദനയെ, ഈ ട്രീറ്റ്മെന്റിന് എല്ലാം നിന്റെ ഹിതത്തിന്റെ മുൻപിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും. ഞാൻ വിശ്വസിക്കുക, എനിക്ക് പറ്റുമോ? നിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കും വേണ്ടി എനിക്ക് ജീവിക്കണം. ഓരോരുത്തരും ഈശോടൊരു തീരുമാനമെടുക്കും. കർത്താവിന്റെ സ്തുതിക്കും കർത്താവിന്റെ പുകഴ്ചയ്ക്കും വേണ്ടി ഇന്ന് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക. മറ്റൊന്നും നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നില്ല. ആ സ്തുതിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ മഹത്വപ്പെടാൻ തക്ക വിധത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കണം. കർത്താവെ, അനുഗ്രഹിക്കണം ഈശോയെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാ. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. യേശുമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സുരേശന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ? ദൈവഹിതത്തിന്റെ മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളതാണ്. 2, ദൈവ മഹത്വത്തിനായി ജീവിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇത് നടക്കാതെ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം താന്നു പോകുന്നത്. ചിലർ പറയും, സിസ്റ്ററെ പ്രാർത്ഥിച്ച് ഇപ്പൊ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഇനി എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയല്ല മക്കളെ. നമുക്ക് അവസാനം വരെ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണേ. നമ്മുടെ മരണത്തിന്റെ അവസാനം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയെ കുടുംബത്തിൽ ദൈവം കൊണ്ടുവരുന്ന എന്തിനാ? ആ കുടുംബത്തിൽ അവൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും.
ഒരു കുഞ്ഞിനെ ഒരു കർത്താവ് ഒരു കുടുംബത്തിലോട്ട് എന്തിനാ ജനിപ്പിക്കുന്നത്? ഈ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ആ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വിളിയാണ് ദൈവം അവർക്ക് തരിക. അപ്പൊ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ രോഗമാകട്ടെ, പീഡകളാകട്ടെ, കുറവുകളാകട്ടെ, തെറ്റിദ്ധാരണകളാകട്ടെ, ഇതെല്ലാം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വിളിയാണ് എനിക്ക്. അത് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ ചിലർ വിചാരിക്കുകയാണ് കുടുംബത്തിലൊരു കുഞ്ഞില്ല, പിന്നെ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ? അങ്ങനെയല്ല മക്കളെ. നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ സഹിച്ച വ്യക്തിയാണ് ജോബ്. ജോബിനെ പോലെ നിൽക്കണം. എൻ്റെ കർത്താവിനെ എനിക്ക് മഹത്വപ്പെടുത്താൻ പറ്റണം. ഓരോ മാസവും ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്ന് കാണുമ്പോൾ പോലും നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക വിധത്തിൽ ആഴമായൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. അത് നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ, അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിലാണ് നമ്മളെല്ലാം നിരാശയിൽ പോവുക. അതുകൊണ്ട് എൻ്റെ മക്കള് വീണ്ടും വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ചിന്ത മാത്രമാകട്ടെ നിങ്ങളുടെ മനസ്സിൽ. കർത്താവിന് വേണ്ടി, ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി. ഞാൻ പല വ്യക്തികളെ, കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ വ്യക്തികളാണ് ദൈവത്തിന്റെ രാജ്യത്ത് വേലയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർ തിരിച്ചറിയാണ് എൻ്റെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ആത്മീയതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ധ്യാനത്തിലൂടെ അതൊക്കെ നമുക്ക് കിട്ടണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, മക്കളില്ലാത്ത ദമ്പതികൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കേ, ദൈവത്തിന്റെ രാജ്യവേല ചെയ്യുന്നതിൽ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി? നിങ്ങൾ എന്ത് ദൈവരാജ്യ വേലയിലാണ് നിങ്ങൾ മുഴുകിയിരിക്കുക? മക്കളില്ലാത്ത ദമ്പതികള് പ്രത്യേകമായിട്ടൊന്ന് ചിന്തിക്കുക, എന്ത് ദൈവരാജ്യ വേലയിലാണ് നിങ്ങൾ ഈ സമയത്ത് പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് എൻ്റെ കർത്താവിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാനായിട്ട് ഈശോ എനിക്ക് അവസരങ്ങൾ ഒരുക്കിയത്, ഞാൻ കണ്ടെത്തിയത്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് കുഞ്ഞുങ്ങൾ വളർന്ന് 18-20 വയസ്സാകുമ്പോൾ അവരവരുടെ വഴിക്ക് പോയി. അങ്ങനെ അവർ പോയി കഴിയുമ്പോഴും ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടിയത്? ഈ ജീവിതം കൊണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ഞാൻ നേടിയെടുത്തു? അത് വലിയൊരു ചിന്തയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്നാണ്. എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ ഈ ധ്യാനം കഴിയുമ്പോൾ ഉണ്ടാവണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കൂട്ടായ്മ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ സ്വർഗം മറ്റൊരു കാര്യം കൂടെ നിന്നോട് ആവശ്യപ്പെടുകയാണ്. മകനെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്, നിന്റെ ലൈഫിനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അത് നീ പൂർത്തിയാക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതങ്ങള് കണ്ണുനീരിന്റെ തകർച്ചയിലൂടെ പോകുന്ന ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ അടുത്ത നാളിൽ ഒരാളെ കണ്ടുമുട്ടി. നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് വിസയിൽ ഒരു വിദേശത്തെത്തിയ വ്യക്തിയാണ്. വിദേശത്ത് വന്ന് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സിസ്റ്റർ, ഞാൻ നാട്ടിലും പള്ളിയിൽ പോകുകയല്ലായിരുന്നു, ഇവിടെയാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകത്തില്ല, പക്ഷെ ഭയങ്കരമായിട്ടും പഠിക്കും. വിദേശത്ത് വന്ന് പഠിക്കാതെ തന്നെ അങ്ങേയറ്റം പഠിച്ചു. ആ രാജ്യത്തെ ഒരാളെ വിവാഹം കഴിക്കുകയാണ്. പക്ഷെ പള്ളിപ്പോക്കോ പ്രാർത്ഥനയൊന്നുമില്ല. വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു കുഞ്ഞിനെയും കൊടുത്തു. പക്ഷെ കർത്താവല്ല, അവർ പറയുന്ന പോലെ സയൻസ് പരമായിട്ടൊരു കുഞ്ഞിനെയും കിട്ടി. പിന്നീട് കുഞ്ഞ് ഒരു 15 വയസ്സായപ്പോഴേക്കും, നമുക്കറിയാം ഇവിടുത്തെ രീതിയാണ്, കുഞ്ഞിന് ഇഷ്ടമുള്ള ആളുടെ അടുത്തോട്ട് പോയി. പിന്നെ ഈ അമ്മ തന്നെ ഉള്ളൂ, അമ്മയ്ക്ക് ആരുമില്ല, അമ്മ വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ ഇങ്ങനെ, അമ്മയുടെ മുറിയിലൊക്കെ ഞാൻ പോയി കണ്ടു, പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് കിടക്കാൻ തന്ന മുറിയിൽ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി എപ്പോഴാണ് ഈ ചാടി താഴെ വീഴുന്നത് ടെൻഷൻ അടിച്ചാ ഞാനന്ന് രാത്രി കിടന്ന്. അത്രമാത്രം പുസ്തകങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങള്, അറിവുകൾ ശേഖരിച്ചു. ആ രാജ്യത്ത് എത്താമെന്ന വലിയൊരു പദവിയിൽ ആൾ ഇരിക്കുന്നുണ്ട്, സമ്പത്തിന് കുറവില്ല. അപ്പൊ ഈ ആള് എന്നോട് പറയുകയാണ്, സിസ്റ്ററെ, ഒരു നന്മ നിറഞ്ഞ മറിയം പോലും എനിക്ക് കാണാൻ അറിയത്തില്ല. അപ്പം 44-ാമത്തെ വയസ്സിൽ അറിയത്തില്ല. എനിക്കിങ്ങനെ ഒത്തിരി നടക്കാൻ പോകുന്നത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് നടക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ പങ്കുചേരും. അങ്ങനെ ഒരിക്കൽ നടക്കാൻ പോകുന്നതിനിടയിൽ ഒരിക്കൽ ലൂർദ് മാതാവിന്റെ പള്ളിയിൽ ഞാൻ ചെല്ലുകയാണ്. ഞങ്ങളുടെ നടപ്പ് ആൾക്കാരുടെ കൂടെ കയറിയപ്പോൾ പള്ളി കയറിയതാ. പക്ഷെ ആ പള്ളി കയറിയ സമയത്ത് ഞാൻ ഇങ്ങനെ ചങ്ക് പൊട്ടി കരയുകയാണ്. എന്തിനാ ഞാൻ കരയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു നന്മ നിറഞ്ഞ മറിയവും ചൊല്ലിയിട്ടില്ല, ഒരു കുർബാനയുടെ വാക്കി ചെല്ലാനും എനിക്കറിയത്തില്ല.
ഞാൻ ഒന്നും ചൊല്ലിയിട്ടില്ല. പക്ഷെ ഞാൻ എന്തിനാ കരയുന്നതെന്ന് അറിയില്ല. പക്ഷേ രാത്രി എന്നില്ല പകലെന്നില്ലാതെ 1 വീക്കോളം ഞാൻ കരഞ്ഞു. ഇന്ന് നിങ്ങൾക്കറിയോ, ആ സ്ത്രീ നമ്മുടെ ഇംഗ്ലണ്ടിലല്ല, ആ സ്ത്രീ മറ്റൊരു വിദേശത്താണ്. അവിടുത്തെ ഭാഷക്കാരെ എല്ലാവരെയും കൂട്ടി എല്ലാ പള്ളികളിലും 100, 150 ആളുകളെ കൂട്ടിച്ചേർത്ത് ദൈവത്തിന്റെ രാജ്യവേല ചെയ്ത് വളരെ ഹാപ്പിയായി ജീവിക്കുക. എന്നോട് പറയാണ്, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥമുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. മറ്റേയാൾ ഇട്ടിട്ട് പോയി, കൊച്ചുണ്ടായ തന്നെ മറ്റേയാൾ ഇട്ടിട്ട് പോയി, ആരുമില്ല ജീവിതത്തിന്. പക്ഷെ ആള് ഭയങ്കര ഹാപ്പിയാണ്. ഞാനന്ന് ചെന്ന രാത്രി പുള്ളിക്കാറ്റ് 1 മണിക്ക് ഉറങ്ങി. ഞാൻ എന്നെ നേരത്തെ ഉറങ്ങാത്ത, ഇനി ആ ഗ്രൂപ്പിലേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് എഴുതിയിടാനുണ്ട്, ഈ ഗ്രൂപ്പിലോട് കുറച്ച് കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് എഴുതിയിടാനുണ്ട്. അങ്ങനെ ആളുകളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ ജീവിതത്തിന്റെ പർപ്പസ് എന്താന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയാണത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരുപക്ഷെ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നടത്തി, ഈശോ ഒരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിനക്കൊരു ബോധ്യം കിട്ടുമ്പോ നീ തിരിച്ചറിയണം, ഒരു കുഞ്ഞുണ്ടാകുന്നത് മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം. എൻ്റെ ഈ ജീവിതം കൊണ്ട് ആരെയൊക്കെയോ എൻ്റെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ, എൻ്റെ ഈശോയുടെ ദൈവരാജ്യ വേലയിൽ പങ്കാളിയാകാനുള്ള ഒരു സ്പെഷ്യൽ കോൾ ഈശോ എനിക്ക് തന്നിരിക്കുന്നെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയണം. അതെന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പൊ ദൈവം ഓരോരുത്തർക്കും ഒരു കോള് വെച്ചിട്ടുണ്ട്. എന്താ അത്? ചെറുതായിരിക്കാം, വലുതായിരിക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വെച്ചിരിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ഇവിടെ ധ്യാനത്തിന്റെ സമാപന ദിവസത്തില് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ആസ്പെക്റ്റാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. എന്താണ് കർത്താവ് ഈ ജീവിതത്തിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്? എന്തായിരിക്കാം? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിരിക്കാം. എന്താണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളെ. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇതില്ലാതെ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല. സ്വർഗം എന്താണ് നിന്നോട് ആവശ്യപ്പെടുന്നത്? എന്താണ് നിന്റെ കോള്? അത് നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, നീ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അത് നീ ചിന്തിച്ചു തുടങ്ങുമ്പോ നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ, ഇപ്പൊ നീ ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്തു തുടങ്ങുമ്പോ മറ്റു കുറവുകൾ ദൈവം പരിഹരിക്കും മക്കളെ. ഇതിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ നീ കർത്താവിന് വേണ്ടി യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ഈശോ നിന്റെ കുറവുകളെല്ലാം പരിഹരിച്ച് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തില് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. 1 അല്ല 4, 5 കുഞ്ഞുങ്ങളെ തരും. ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളില്ലാത്ത ദമ്പതികളെ പലരെയും ഞാൻ ശുശ്രൂഷയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈശോ അവർക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവര് കർത്താവിന്റെ വേലയിൽ സജീവമായിട്ട് പങ്കെടുക്കുമ്പോ അവരുടെ ജീവിതത്തിന്റെ കുറവുകൾ ദൈവം നികത്തുവാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ്, എൻ്റെ മക്കളെ, എനിക്ക് വേണ്ടി കൂടി വേല ചെയ്യാനുള്ള വിളി നിന്റെ ഈ ജീവിതത്തിലുണ്ട്. അത് ദൈവത്തിന്, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നീ അത് മനസ്സിലാക്കുക. കരഞ്ഞ് രാത്രികൾ തീർക്കാനുള്ളതല്ല കേട്ടോ ഇവിടെ ഇരിക്കുന്ന ആരുടെയും ജീവിതം. അങ്ങനെ ആരും ചിന്തിച്ചേക്കരുത്. ആ കരച്ചിലെല്ലാം ദൈവസന്നിധിയിൽ വിലയുള്ളതായി മാറാൻ നീ ഒരു കാര്യം കൂടി ചെയ്യണം. നിന്റെ ജീവിതം കൊണ്ട് ദൈവരാജ്യ വേലയ്ക്ക് നീ എന്തെങ്കിലും സമർപ്പിക്കണം. ഇത് സമയമാകാം, ആരോഗ്യമായിരിക്കാം, പ്രാർത്ഥനകളായിരിക്കാം, ത്യാഗങ്ങളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കും നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ പ്രാർത്ഥന സഹനത്തിന്റെ വിലയുള്ള പ്രാർത്ഥനയും. മക്കളില്ലാത്ത ദമ്പതികളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കണ്ണുനീരിന്റെ ആഴമുണ്ട്. നിങ്ങൾ മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആശുപത്രി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരാളെന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്കെല്ലാം ഈശോ കുഞ്ഞിനെ കൊടുക്കും, എനിക്ക് മാത്രം എന്താ ഈശോ കുഞ്ഞിനെ തരാത്തെ? ഒരുപക്ഷെ ആ മകളുടെ വിളി അതായിരിക്കും. മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ തക്കത്തിലുള്ള പ്രാർത്ഥന വരെ ഈ മകൾക്ക് ഈശോ കൊടുത്തിരിക്കുകയാണ്. ഇവളുടെ സഹനം ഒത്തിരി വലുതാ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലെ ചെറുക്കൻ പറഞ്ഞു, സിസ്റ്ററെ, ഇവള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, കുഞ്ഞുങ്ങളില്ല.
ഇപ്പൊ ഇവള് ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യല. കാരണം ആരെ വിളിച്ചാലും മക്കളില്ലാത്തവരുടെ ആൾക്കാരുടെ കൂട്ടായിട്ട് മാത്രമേ ഇവള് മിണ്ടുള്ളൂ, വേറെ ആരോടും ഇവള് മിണ്ടിയല്ല. മക്കളില്ലാത്ത കുറെ പേരുമായിട്ട് ഇവൾക്ക് ഭയങ്കര കൂട്ടുണ്ട്, അവരോടെല്ലാം മിണ്ടും. അപ്പൊ അവര് പറയും ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യും, അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ഞങ്ങൾ പോകും. അവർ ആ ട്രീറ്റ്മെന്റ് ചെയ്ത് അവർക്കെല്ലാം കുഞ്ഞുങ്ങളെ കിട്ടും. ഉടനെ എൻ്റെ ഭാര്യ പറയും അവർക്കെല്ലാം കിട്ടി, എനിക്ക് മാത്രമില്ല. അപ്പൊ വീണ്ടും ഒരാഴ്ചത്തേക്ക് ഡിപ്രഷനിലോട്ട് പോകും. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആളെ വിളിക്കും, അടുത്തയാൾ പറയും ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യും, അല്ല ഇന്ന കാര്യം ചെയ്യും, അത് ചെയ്യും. അപ്പൊ അവർക്ക് ഈശോ കുഞ്ഞുങ്ങളെ കിട്ടിയതായിട്ട് അവർ പിന്നെ വിളിച്ചു പറയും, ഉടനെ ഇവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങളും നിരാശയുമായി കടന്നു പോകുന്ന ഒരു ജീവിതമാണെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് പ്രിയപ്പെട്ടവരെ അർത്ഥമുള്ളത്? നിനക്കായി ദൈവം എന്താണ് വെച്ചിരിക്കുന്നത്? നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നിനക്ക് എന്താണ് വെച്ചിരിക്കുന്നത്? ഈ ജീവിതം കൊണ്ട് ദൈവം എന്താണ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അത് തിരിച്ചറിയാൻ കൂടിയുള്ള ഒരു വിളി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രത്യുത്തരിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും, അടയാളങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാനിങ്ങനെ ഒരു ലേഖനത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: മക്കളില്ലാത്ത ദമ്പതികളുടെ ഏറ്റവും വലിയ ആശ്രയ സ്ഥലം ദേവാലയമാണെന്നാണ് ആ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക. ഏറ്റവും വലിയ ആശ്രയം ദേവാലയമാണ്. അപ്പൊ നിങ്ങൾ പള്ളിയുമായി ചുറ്റിപ്പറ്റി, ദേവാലയവുമായി ചുറ്റിപ്പറ്റി, സഭയുമായി ചേർന്ന് കർത്താവിന്റെ വേലയിൽ പങ്കാളികളാകും മക്കളെ. ബാക്കിയെല്ലാം ദൈവം നോക്കും, ദൈവം നോക്കും മക്കളെ, ദൈവം തരും. എനിക്ക് എത്രയോ മക്കളില്ലാത്ത ദമ്പതികളോട്ട് കൂട്ടുണ്ടെന്നറിയോ? അവർക്ക് വേദനയില്ലെന്ന് അതിനർത്ഥമില്ല, പക്ഷേ ദൈവം ഓരോ ജീവിതങ്ങളെ അനുഗ്രഹിക്കും നോക്കി നിന്ന് കണ്ട് സന്തോഷിക്കുകയാണ്. അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത്, എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ ധ്യാനം നടത്തുമ്പോൾ മക്കളില്ലാത്ത ദമ്പതികൾ വന്ന് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ മുഴുവൻ സമയം ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവര് പറയും സിസ്റ്ററെ അവരുടെ എല്ലാം പേരിങ്ങ് തന്നേരം കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ മക്കളില്ലാത്ത കുടുംബ കപ്പിൾസിന് വേണ്ടി റിട്രീറ്റിൽ ഈശോ ഈ സമയം കൊണ്ട് അന്ന് 10 കപ്പിൾസാ വന്നേ. നടത്തിയത് ജൂലൈ 21, 22, 23. 5 പേർക്ക് ഈശോ കുഞ്ഞിനെ കൊടുത്തു. ഒരാള് ഇരട്ട കുട്ടികളുടെ അമ്മയാണ്, 2 മാസം ആയിട്ടുള്ളൂ. പക്ഷെ ദൈവം ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ വിചാരിക്കുന്നത് ഞാൻ നടത്തിയൊരു ധ്യാനത്തിന്റെ ഫലമായിട്ടല്ല, മറിച്ച് ഈ രാത്രിയിലിരിക്കാൻ മക്കളില്ലാത്ത ദമ്പതികൾ ഇങ്ങനെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുക. അപ്പൊ അവരുടെ വിളി അതാണെന്ന്. കാരണം കല്യാണം കഴിഞ്ഞ് 25 വർഷമായി, ഇനിയൊരു കുഞ്ഞിനെ ദൈവം കൊടുക്കുമെന്ന് അവർക്ക് പ്രതീക്ഷകളില്ല. സാറായുടെ ശരീരം പോലെ മൃതപ്രായമായ ശരീരമായി, കോശങ്ങൾ തകർന്നു. പക്ഷെ അവര് പടവന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, വിളിയില്, എന്റെയും നിങ്ങളുടെയൊക്കെ വിളിയിൽ എന്തോ സ്വർഗത്തിന് പറയാനുണ്ട്. അതെന്താണെന്ന് കൂടി എൻ്റെ മക്കള് തിരിച്ചറിയണം. നിങ്ങളുടെ ഈ ധ്യാനത്തില് എൻ്റെ മനസ്സ് ചേർത്ത് വെച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അപ്പൊ സ്വർഗം ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇത് സ്വർഗത്തിന്റെ ഒരു വിളിയായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. പരിപൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് കൂടി ഒന്ന് തിരിച്ചറിയാൻ കർത്താവ് ഈ ദിവസം നിങ്ങൾ ഓരോരുത്തരെ ക്ഷണിക്കുക. കർത്താവിന്റെ അൾത്താരയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഈ ലോകത്ത് ചില വ്യക്തികൾ പറയും സിസ്റ്ററെ ടീനേജ് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ. എത്രയോ യുവജനങ്ങൾ നശിച്ചു പോകുന്നു മക്കളെ. എത്രയോ യുവജനങ്ങള് ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് ജീവിക്കുക. അവരെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അവരൊക്കെ നമ്മുടെ മക്കളല്ലേ. മക്കളില്ലാത്ത ഓരോ ദമ്പതികളും കണ്ണുയർത്തി നോക്കണം. യുവജനങ്ങളെ തെരുവുകളിൽ നശിച്ചു പോകുന്നത്, ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്നത്, അവരെല്ലാം സ്വന്തം മക്കളായിട്ട് ദത്തെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. ടീനേജ് മക്കള്, പിന്നെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങള്, കയ്യും കാലും ഇല്ലാതെ ജനിക്കുന്ന മക്കൾ, ഇവരൊക്കെ ഇല്ലേ? ഇവരെല്ലാം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം മക്കളായിട്ട് ഇവരെ കണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇവരെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. ഈശോയെ അവരെല്ലാം അനുഗ്രഹിക്കണം ഈശോയെ. ആ കുഞ്ഞുങ്ങൾക്കൊല്ല ആരോരും ഇല്ലാത്ത എത്രയോ മക്കള്, എത്രയോ കുഞ്ഞുങ്ങൾ അബോർഷനായി പോകുന്നു. എത്രയോ മക്കളാണ് അബോർഷനായി പോകുന്നത്. കാരണം ഞാൻ കാണുവാണ് 16, 17 വയസ്സുള്ള പെൺപിള്ളേര് പ്രഗ്നന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അബോർഷൻ ചെയ്യുകയാണ്. കാരണം അവർക്കും അറിയില്ല ഇത് ആരുടെ കൊച്ചാണെന്ന്. അങ്ങനെ എത്രയോ പേരാണ്.
സ്റ്റുഡന്റ് വിസയിലേക്ക് ഇവിടെ വന്നിട്ട് എത്രയോ പേരാണ് അബോർഷൻ നടത്തുന്നത്. വിവാഹം നടക്കുന്നതിന് മുമ്പേ പ്രഗ്നന്റ് ആയി എല്ലാം അബോർഷനാക്കി കളയുകയാണ്. നമ്മുടെ മലയാളി മക്കളുടെ കാര്യവും ഞാൻ പറയുന്നു. അപ്പോ മക്കളില്ലാത്ത ദമ്പതികള് ഈ കുഞ്ഞുങ്ങളെല്ലാം സ്വന്തമായിട്ട് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കണം. ഒരു സൈന്യം തന്നെ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോ അതിനു മുമ്പ് ഒരു സൈന്യം മക്കളെ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി നേടണം നിങ്ങളുടെ ചുറ്റും. അപ്പൊ ആ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അബോർഷനായി പോകുന്ന പിള്ളേരെല്ലാം എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. അവരെല്ലാം വിശുദ്ധരല്ലേ. ടീനേജ് മക്കളെ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. യുവജനങ്ങളെ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. അവരെല്ലാം വിശുദ്ധരായി മാറട്ടെ. അപ്പൊ കർത്താവ് വിശുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ നിനക്കും തരും. നിന്നെ തള്ളിക്കളയില്ല. എന്തുമാത്രം കാര്യങ്ങൾ സ്വർഗത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. ഇപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോ നീ ഇന്ന് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാ നിനക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ സ്വർഗത്തിലുണ്ടാകും നിന്നെ സ്വീകരിക്കാൻ. ആ ഒരു കൃപയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച്, അതൊന്നും കെട്ടുകഥയല്ല. പോകാൻ ഒരിടമുണ്ട്, തങ്ങാൻ ഒരു സ്ഥലമുണ്ട്. സ്വർഗം സന്തോഷിക്കാൻ ഒരു കർത്താവിന്റെ മടിയുണ്ട്. ആ മടിയിൽ അനേകം കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ചിരിക്കണ്ടേ എനിക്ക് നിങ്ങൾക്കും. അതുകൊണ്ട് ഒന്നും നഷ്ടമല്ല മക്കളെ, ഒരു കണ്ണുനീരും നഷ്ടമല്ല. നിങ്ങൾ വീഴ്ത്തുന്ന ഓരോ കണ്ണുനീരിനും വിലയുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ. ഈശോയെ, ഞാൻ വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ എത്രയോ മക്കളെ കാണുന്നുണ്ട്. ഫോൺ മാത്രം കുത്തിയിരിക്കുന്ന എത്ര മക്കളുണ്ട്. മാനസിക രോഗികളെ വീട്ടിൽ കുത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ. അവരെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചേ. അവരെല്ലാം നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളിന്ന് കാണുകയാണ്. സ്വന്തമായൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നിടം വരെ ഇവരെല്ലാം നിങ്ങളുടെ സ്വന്തമായിരിക്കും. ഇന്ന് തൊട്ട് ഒരു ദിവസം പോലും ഒരു കുഞ്ഞിനെ പോലും ചേർത്ത് പിടിക്കാതെ നിങ്ങൾ കടന്നു പോകരുത്. നിങ്ങൾ ലക്ഷ്യം വെക്കുക. ഒത്തിരി കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെക്കുക. കർത്താവ്, എനിക്ക് ഇവരെ എല്ലാം തരണേ ഈശോയെ. ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണേ. ഈ നശിച്ചു പോകാൻ പോകുന്ന കൊച്ചിന്റെ ആത്മാവിനെ എനിക്ക് തരണേ ഈശോയെ. ഇവനെ എനിക്ക് തരണേ, ഇവളെ എനിക്ക് തരണേ. ഒരു വയസ്സ് വെക്ക്. 10 തൊട്ട് 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്റേതാണ്. ഇനി എല്ലാം ഈ ലോകത്ത് പിറന്ന് വീണ് 10 തൊട്ട് 12 അങ്ങനെ നമ്മൾ എടുക്കുവാണ്. 12 തൊട്ട് 13 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുന്നു. കല്യാണം നടക്കാതെ യുവജനങ്ങളെ നമ്മൾ എടുക്കുന്നു. ഇവരെല്ലാം ദൈവത്തിന്റെ സ്വന്തം മക്കളാ. അങ്ങനെ ഇവരെല്ലാം ചേർത്ത് പിടിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മക്കളില്ലാത്തതിന്റെ നോവല്ല തോന്നുന്നേ. ഈ മക്കളെ എല്ലാം ചേർത്ത് പിടിക്കുമ്പോ ഒരാത്മീയ സന്തോഷം ഉണ്ടാകും. മക്കളെ, കണ്ണുകൾ അടച്ച് വിശുദ്ധ അൾത്താരയിൽ കർത്താവിന്റെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. കർത്താവിന്റെ പരിശുദ്ധമായ ആരാധനയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, കർത്താവേ, എന്റെ മുന്നിൽ തമ്പുരാനെ, നീ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുക. എല്ലാ വേദനകളെയും എല്ലാ ഭാരങ്ങളെയും തിരുമുമ്പിലേക്ക് പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആരാധനയ്ക്ക് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ആരും ഇപ്പൊ ഹാൻഡ് റേസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളിപ്പോൾ ഹാൻഡ് റേസ് ചെയ്യുന്ന ചിന്തയിലും അല്ല നിങ്ങൾ ആരും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത്, നമ്മുടെ ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസമാണ്. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു ആരാധനയാണ്. അതുകൊണ്ട് ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. കർത്താവ് നമ്മളെ കേട്ടു കഴിഞ്ഞു. വേറെ ആരും കേട്ടിട്ട് കാര്യമില്ല. ഈശോ നമ്മളെ കണ്ടു കഴിഞ്ഞു. ഹൃദയ വികാരങ്ങൾ ഹന്ന ചൊരിഞ്ഞതുപോലെ ഈ ആലയത്തിൽ നിങ്ങൾ ചൊരിയണം. ഈ തിരുവോസ്തയിലേക്ക് നിങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം കൊടുക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ പോലും അവരെ ചേർത്ത് പിടിച്ചോണം മനസ്സുകൊണ്ട്. ഈശോയെ, ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ തരണേ കർത്താവേ. അനേകം കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ എനിക്ക് തരണേ. ദൈവരാജ്യ വേല ചെയ്യാനുള്ള കൃപ എനിക്ക് തരണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് പരിശുദ്ധനായ നമ്മുടെ കർത്താവിനെ, ഈ അൾത്താരിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന ശക്തനായ നമ്മുടെ കർത്താവിനെ മനസ്സും ശരീരം എല്ലാം കൊടുത്തൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, കണ്ണുനീരുകൾ കാണുന്ന കർത്താവേ, സ്തുതി, ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധിക്കുന്ന, ആരാധിക്കുന്ന, യേശുവേ ആരാധിക്കുന്ന, യേശുവേ നന്ദി. യേശുവേ ആരാധിക്കുന്ന, 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 ആരാധിക്കുന്ന യേശുവേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഈശോയെ.
ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു, ജീവനനാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, സ്നേഹമേ ആരാധിക്കുന്നു, കരുണയെ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. മക്കളെ കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കും. എന്റെ മക്കളെ, ഈശോ ഇതായി ആൾത്താരയിൽ നമ്മളെ നോക്കിയിരിക്കുക. റോമാക്കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉത്തരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ മുൻപില് നീ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കുമ്പോൾ നീ വിശ്വസിക്കണം, കർത്താവിന്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ അവന് കഴിയും. ഏത് വിശ്വസിക്ക്. ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ തരുവാൻ സ്വർഗം നിനക്ക് കൃപ തരുമെന്ന് നീ വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ അത് പൂർത്തിയാക്കാൻ കർത്താവ് നിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. ഈശോയെ, നിന്റെ വാഗ്ദാനങ്ങളെ ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, ഉള്ളുരുകി പ്രാർത്ഥിക്കട്ടെ. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കൊതിയെ ഈശോയുടെ അൽത്താരയിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കും. 1 അല്ല, 4 അല്ല, 5 അല്ല, 6 കുഞ്ഞുങ്ങളെ വേണോ നീ ആഗ്രഹിക്കുന്നുണ്ട്, നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, എൻ്റെ ഈശോ, ഇതാണ് എൻ്റെ ആഗ്രഹം. ഓരോരുത്തരും ഈശോയോട് പറയട്ടെ. കർത്താവെ, ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഈശോയെ, കാണാതെ പോകല്ലേ ഈശോയെ, കേൾക്കാതെ പോകരുതേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഈശോയെ, അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന്റെ വലിയ ബോധ്യവുമായി ഈ മക്കളെല്ലാം നിന്റെ മുൻപിലായിരിക്കുക. അബ്രഹാമിന് വാഗ്ദാനം കിട്ടി വർഷങ്ങൾ പിന്നിടുമ്പോഴും അത് പൂർത്തിയാക്കാൻ പറ്റാത്ത, അത് പൂർത്തിയായി കാണാത്തതിന്റെ വേദനയൊക്കെ അബ്രഹാമിന്റെ മനസ്സിലുണ്ട്. എന്നിട്ടും അവനൊരു കാര്യം ഉറപ്പായിരുന്നു, ഇത് പറഞ്ഞത് കർത്താവാ, അവനത് ചെയ്യും.
നിന്റെ ഹൃദയത്തോട് കർത്താവ് സംസാരിച്ചതൊക്കെ കർത്താവ് പൂർത്തിയാക്കും മക്കളെ. ആമേൻ. നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഈശോയെ, ഹല്ലേലൂയ. എന്നോട് നീ പറഞ്ഞതൊക്കെ നീ പൂർത്തിയാക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ വലിയ ആഴത്തിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. നീ വിശ്വസിച്ച് സറണ്ടർ ചെയ്യുകയാണ്. ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം നീ ഏറ്റുപറയുകയാണ്. കർത്താവിലുള്ള നിന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഈ ലോകം മുഴുവൻ കർത്താവ് നിന്നിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ശാസ്ത്രവും ഡോക്ടർമാരും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും, നീ വിശ്വസിക്കുകയാണ് നിന്റെ കർത്താവിന്. അബ്രഹാമിനെ പോലെ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വലിയ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചു സ്തുതിച്ചു പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ജീവന്റെ നാഥനെ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, 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 ജീവന്റെ നാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, 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 നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, യേശുവേ നന്ദി. വിശ്വസിച്ചാൽ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നെ സംഭവിക്കട്ടെ. ഈ മക്കളുടെ കർത്താവിന്റെ കരങ്ങൾക്കു കീഴിൽ താഴ്മയോടെ നമുക്ക് നിൽക്കാം. തക്ക നേരത്തവനുയർത്തും, തക്ക നേരത്തവൻ ഉയർത്തും. മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈശോയെ സങ്കടങ്ങളും ഭയപ്പാടുകളും പേടി തകർച്ചകളൊക്കെ മാറിപ്പോകണം. മക്കളെ വലിയ തകർച്ചകൾ മാറിപ്പോകട്ടെ കർത്താവേ. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവ് കൊയ്യാം. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവ് കൊയ്യാം. ഇന്നു വിതച്ചാൽ ഇന്നു വിളവ്, ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ്. കണ്ണീരു തോരുന്ന കാലമായി, നമ്മുടെ കണ്ണീരു തോരുന്ന കാലമായി. വിശ്വാസത്താൽ വിതയ്ക്കാം മേലിൽ, വിളംബം കൂടാതെ വിളവ് കൊയ്യാം. കരങ്ങളെല്ലാം ഉയർത്തി വിളിക്കട്ടെ. ഈശോയേ ആരാധിക്കുന്നു, യേശുവേ നന്ദി. യേശുവിനെ ആരാധിക്കുന്നു, ജീവന്റെ നാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വാഗ്ദാനം പാലിക്കാനായി ദൈവം ഒരു നാളും കാലതാമസം വരുത്തുകയില്ല. വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല ഇന്നു തന്നെ അനുഭവം. കരങ്ങളെല്ലാം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും വീണ്ടും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വചന പ്രകാരം പറയുകയും, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, കർത്താവ് നമ്മളോട് പറയുകയാ, അവന്റെ മുൻപിൽ ഒന്ന് താഴ്മയോടെ നിൽക്കാൻ. എല്ലാ മക്കളും ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ കൊതി, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കണ്ണുനീര്, അതെല്ലാം സമർപ്പിക്കട്ടെ. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ.
ഈശോയെ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇത്രയും നാള് നിങ്ങൾ പ്രാർത്ഥിച്ചത്, ഇത്രയും നാള് നിങ്ങൾ നോമ്പ് നോറ്റത്, ഇത്രയും നാള് നിങ്ങൾ ചൊല്ലിയ നൊവേനകള്, ഇത്രയും നാള് നിങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങൾ, ഇത്രയും നാളത്തെ നിങ്ങളുടെ ഉപവാസങ്ങൾ എല്ലാ മക്കളും ഈശോയ്ക്ക് സമർപ്പിക്കും. എല്ലാം ഈശോയ്ക്ക് കൊടുക്കണം. എടുത്ത ട്രീറ്റ്മെന്റുകൾ, കഴിച്ച മരുന്നുകൾ, ഇഞ്ചക്ഷൻസ് എല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് പരിപൂർണമായിട്ട് സമർപ്പിക്കും. സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ഈശോയെ, ഇതാണ് എനിക്ക് നിനക്ക് സമർപ്പിക്കാനുള്ളത്. ഓരോരുത്തരും ഈശോയോട് പറ. ഈശോയെ, ഒന്നിലും ഒരു ഫലം കാണാത്ത ചങ്കുപെട്ടുന്ന വേദന എനിക്കുണ്ട് ഈശോയെ. ഓരോരുത്തരും ഈശോയോട് പറ. എല്ലാം കാണിക്കയായി സമർപ്പിച്ച് കാഴ്ചവെച്ച് നീ നിൽക്കണം ഈശോയുടെ മുമ്പിൽ ഈ സമയത്ത്. ഈശോയെ, ഒരുപാട് രാത്രികൾ കരഞ്ഞു തീർത്ത് ഈശോയെ. ഈശോ, എല്ലായിടത്തും ഫലരഹിതമായി പോയ ദിവസങ്ങളുണ്ട് കർത്താവേ. നീ ഒന്ന് കാണണേ ഈശോയെ, നീ എന്നെ ഒന്ന് കാണണേ എന്ന് ചങ്കു തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ. എല്ലാം ദൈവത്തിന്റെ പക്കലേക്ക് ഏൽപ്പിക്കുവിൻ. അവിടെ നിങ്ങളുടെ കാറ്റ് ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞു പരിപൂർണമായിട്ട് സമർപ്പിക്കണം. ഇനിയുള്ള ഓരോ ദിവസങ്ങളെയും ഈശോയ്ക്ക് നിങ്ങൾ സമർപ്പിക്കും. ഈശോയെ സമർപ്പിക്കുകയാണ്. ഈശോയെ, കേട്ട കുത്തുവാക്കുകളൊക്കെ അങ്ങ് സമർപ്പിച്ചേ. കേട്ട പോസിറ്റീവ് സെന്റൻസുകളെ സമർപ്പിക്കും, നെഗറ്റീവ് വാക്കുകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കും. എല്ലാം പരിപൂർണമാണ്. യെസ്, എനിക്കിനി ഒന്നും നിന്നോട് പറയാനില്ല ഈശോയെ. ഇതാണ് എൻ്റെ അവസ്ഥ. എല്ലാം കൈവിട്ട് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ നിൽക്കണം. എനിക്കിനി ഒന്നും പറയാനില്ല കർത്താവേ. എന്റെ ഈശോയെ, നീ എന്നെ ഒന്ന് നോക്കണേ എന്ന് ഒന്ന് പറ മക്കളെ. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലോട്ട് നിന്നിട്ട് പറ, ഈശോയെ, നീ എല്ലാം പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചതുപോലെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് ഈ സമയത്ത്. എന്റേതെല്ലാ സ്വപ്നങ്ങളും നിനക്ക് സമർപ്പിക്കും. ഒരു കുഞ്ഞിന് വേണമെന്ന ആഗ്രഹങ്ങളെല്ലാം നിനക്ക് സമർപ്പിക്കും. ഈശോയെ, തിരുഹൃദയത്തിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങുവാപ്പ. എല്ലാം നിനക്ക് പറ്റും. എനിക്കറിയാം നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഈശോയെ. ഓരോരുത്തരും ഈശോയോട് പറ. നീ എന്താ എന്നെ കേൾക്കാത്തതെന്ന് എനിക്കറിയില്ല കർത്താവേ. നിസ്സഹായതകൾ മുഴുവൻ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. എണ്ണി എണ്ണി നിങ്ങൾ ഈശോയോട് പറ. ജീവനുള്ളവനോട് നിങ്ങൾ സംസാരിക്കുകയാണ് മക്കൾ. ഇതൊരു പിക്ചർ അല്ല. ജീവനുള്ളവനോട് നിങ്ങൾ സംസാരിക്കുക. ഈശോയെ, എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണേ എന്ന് ചങ്കു തുറന്ന് പ്രാർത്ഥിക്കും. ഓ എന്റെ പൊന്നു തമ്പുരാനെ, എന്നെ കാണണേ, എന്നെ കേൾക്കണേ, എന്നെ തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്കു തുറന്ന് ഈശോയെ വിളിക്കും മക്കളെ. ഈശോ, എന്റെ ഈശോയെ, എന്നെ തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. നിലവിളിക്കട്ടെ ഓരോ മക്കളും, നിലവിളിച്ചു പ്രാർത്ഥിക്കട്ടെ. അവിശ്വാസമല്ല, വിശ്വാസത്തിന് നിലവിളി ഉയരട്ടെ. വിശ്വാസത്തിന്റെ ദൈവം തരുമെന്നുള്ള വലിയ വിശ്വാസത്തിന്റെ നിലവിളി ഉയരട്ടെ. ഈശോയെ, എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്.
ആരാധന 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 അങ്ങേയ്ക്കാരാധന ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നിന്നോട് സമീപസ്ഥനായിട്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. ഈ നുറുങ്ങിയ വേദനയെ ഈശോ കാണാതെ പോകില്ല മക്കളെ. നിങ്ങളൊന്ന് സമർപ്പിച്ച് ഈശോയെ ഒന്ന് പറ കർത്താവിനോട്, എനിക്ക് നിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം ഈശോയെ. അത് വലിയൊരു ആഗ്രഹമാകട്ടെ ഓരോരുത്തർക്കും. എൻ്റെ കർത്താവിനെ ഈ ഭൂമിയിൽ എനിക്ക് മഹത്വപ്പെടുത്തി ജീവിക്കണം ഈശോയെ. എൻ്റെ ഈശോയെ, എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും ഓരോരുത്തരും. ഉണ്ട് മകനെ, മകളെ, ഒരു വലിയ പ്ലാനുണ്ട് ദൈവത്തിന്. കർത്താവിനൊരു വലിയ പ്ലാനുണ്ട് നിന്നെ കുറിച്ച്. നീ അത് ഈശോയോട് പറ, ചോദിച്ചു മേടിക്കുക. എനിക്ക് തരണേ ഈശോയെ. ഞാൻ എങ്ങോട്ടാ തിരിയണ്ടേ? ഏത് രീതിയിലാ ഞാൻ നിനക്ക് വേല ചെയ്യണ്ടേ? ഒന്ന് ആഗ്രഹിച്ചേ മക്കളെ. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു തീരുമാനം ഞാൻ എടുക്കുക. ഈശോയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഓരോരുത്തരും ഈശോയോട് പറ, എൻ്റെ കർത്താവിന് വേണ്ടി. റോമാ 10:13 വചനം പറയുകയും, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. സങ്കീർത്തനം 121:3 വചനം പറയുകയാണ്, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. എൻ്റെ മക്കളെ, ഈ കർത്താവിന് വേണ്ടി ജീവിക്കണ്ടേ? ഈ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കണം. ജീവിതത്തിലോട്ട് കർത്താവ് എന്തൊക്കെ സഹനങ്ങൾ അനുവദിച്ചാലും ഞാൻ പിരിഞ്ഞു പോകില്ല ഈശോയെ. ഓരോരുത്തരും ഈശോയോട് പറഞ്ഞു, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് ഒരു ഉറപ്പ് എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ. അത് സറണ്ടറാണ്. അത് തരാതിരിക്കാനുള്ള പ്രാർത്ഥനയല്ല, തരാനുള്ള പ്രാർത്ഥനയാണ്. ഈശോയോട് പറ, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല ഈശോയെ. ഈശോയെ, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല. ഇതൊരു തീരുമാനമാണ്. എൻ്റെ മക്കളെ, പ്രഭാഷകൻ 2:11 വചനം വായിക്കുന്നു, കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യും. മാറ്റി നിർത്തില്ല കർത്താവ്. കരുണയുള്ളവനാണ് കർത്താവ്. ഈശോയെ, നിന്നെ വിട്ട് എങ്ങും പോകാൻ എന്നെയും എൻ്റെ കുടുംബത്തെ അനുവദിക്കരുതേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കർത്താവ് തരും നിന്റെ കുടുംബത്തിൽ സന്തോഷം. ഈശോ തരും നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും കർത്താവ്. സങ്കീർത്തനം 118:5 വചനം വായിക്കുന്നു, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. മക്കളെ, ഈശോ ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങളെ തരും. ഈശോ എനിക്ക് 33 ദിവസം എന്നൊരു മെസ്സേജ് തരികയാണ്. ഈ കൂട്ടായ്മയിൽ 33 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് ഈശോ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈ കൂട്ടായ്മയിൽ ഒരാൾ വെള്ളപ്പാണ്ട് ഉള്ള ഒരു വ്യക്തി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈശോ എനിക്ക് തരുന്നൊരു അടയാളം. ആ വ്യക്തിക്ക് ഈശോ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയുന്ന കർത്താവേ, നിന്റെ മക്കളോട് നീ സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വലിയ നിസ്സഹായതയോടെ ഈ മക്കൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഈശോയെ, കാണണേ കർത്താവേ, കാണണേ കർത്താവേ. ഈ മക്കളുടെ ശരീരത്തിലേക്ക് നിന്റെ ശക്തിയും കൃപയും നിറയട്ടെ. നിങ്ങൾ നിങ്ങളെ തന്നെ കുരിശു വരച്ച് പ്രാർത്ഥിക്കും. തടസ്സങ്ങളെല്ലാം മാറട്ടെ. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ തടസ്സങ്ങളും ഈശോ എടുത്തു മാറ്റട്ടെ. ഈശോയെ,
ഒരു കുഞ്ഞിനെ കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണേ ഈശോയെ. ഈശോയെ കർത്താവേ, കരുണ കാണിക്കണേ ഈശോയെ. ഈശോയെ ആരാധന. നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതപിക്കുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട് മക്കളെ. നാഥാ, തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോ കൈവിടാത്തവൻ കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോ കൈവിടാത്തവൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ ഓഹോ ഈ ദൈവം എൻ്റെ ദൈവം ഈ താതൻ എൻ്റെ താതൻ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 നന്ദി. കർത്താവ് ജോമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. മിനു എന്ന് പറയുന്ന വ്യക്തിയെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ കരുണ കാണിക്കണേ, ഈശോയെ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇനിയുള്ള ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങളുടെ ദിവസമായിട്ട് മാറാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോ ഏറ്റവും അടുത്ത ദിവസം എനിക്കൊരു സന്തോഷം തരണേ ഈശോ, ഒരു കുഞ്ഞിനെ കിട്ടി എന്നുള്ളൊരു സന്തോഷം എനിക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ഓരോ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയെ എനിക്ക് തരണേ ഈശോയെ, ആ വലിയ സന്തോഷം എൻ്റെ ജീവിതത്തോട് നീ ചേർത്ത് വെക്കണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ, ഉള്ളിലേക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ കരുണ കാണിക്കണേ ഈശോയെ, ഈശോയെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിങ്ങൾ കണ്ടു പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞേ. ഈശോ ഒരു കുഞ്ഞിനെ തന്നു. ഈ അടുത്ത നാൾ ഈ വർഷം തന്നെ ഈശോ എനിക്കൊരു കുഞ്ഞിനെ തന്നു. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ മക്കളും നന്ദി പറ. ഈശോ ഒരു കുഞ്ഞിനെ തന്നെന്നോർത്ത് താങ്ക് യു ജീസസ്. ഈശോ ഈ മക്കൾക്കൊക്കെ നീ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതോർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, നിന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഇവരെല്ലാം ആഗ്രഹിക്കുകയാണ്. ഈശോയെ കർത്താവ് ഇവരെല്ലാം ആഗ്രഹിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈശോ വലിയ അനുഗ്രഹങ്ങൾ. എല്ലാ മക്കളും നന്ദി പറയും. ഈശോ കുഞ്ഞുങ്ങളെ തന്നോർത്ത് നന്ദി പറയും. ആരും മടി കൂടാതെ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈശോയെ താങ്ക് യു ജീസസ്, എനിക്ക് കുഞ്ഞിനെ തന്നോർത്ത് നന്ദി പറയുന്ന എല്ലാ മക്കളും പറയട്ടെ. ഈശോയെ കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എന്റെ ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ ജീവിത പങ്കാളി അനുഗ്രഹിക്കണം ഈശോയെ. പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ട്
ഇവരെ നിറയ്ക്കണേ ഈശോയെ. അടയാളത്തിലൂടെ നിറയ്ക്കണേ ഈശോയെ. ഈശോയെ നിന്റെ വലിയ സ്നേഹഭൂതി ഇവര് കാണട്ടെ അപ്പാ. ഈശോ ഇവരത് കേൾക്കട്ടെ ഈശോയെ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്റെ ഈശോയെ, നീ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുക. ഇനിയും നീ എന്നെ അനുഗ്രഹിക്കും, ഇനിയും നീ എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്നൊരു തീരുമാനം എല്ലാ മക്കളും ഒന്നെടുത്തേ. ഞാനും എൻ്റെ കുടുംബവും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. വിശ്വാസത്തോടെ ഓരോ മക്കളും അത് ഏറ്റു പറയട്ടെ. ഒരു തീരുമാനമാകണം മക്കളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കുറേ മക്കളെ നമ്മൾ ദത്തെടുക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്നിടം വരെ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സൈന്യം പോലെ മക്കൾ നിങ്ങളെ കാത്തിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം ദത്തെടുത്ത് പ്രാർത്ഥിക്കുക. കുഞ്ഞു മക്കൾ തൊട്ട്, അബോഷൻ ആയി പോകുന്ന മക്കൾ തൊട്ട്, കർത്താവേ വിവാഹ പ്രായം വെച്ച് നിൽക്കുന്ന മക്കളെ വരെ ഞങ്ങൾ ദത്തെടുത്ത് പ്രാർത്ഥിക്കണം. അവരെല്ലാം കർത്താവെ നിന്റെ സ്നേഹത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഈ കൂട്ടായ്മയ്ക്ക് ഈശോ തന്നിരിക്കുന്ന ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തോടെ പറഞ്ഞു. ഈശോ ഇന്ന വയസ്സ് കൊച്ചുങ്ങളെ ഞാൻ എടുത്തിരിക്കുക, അവരാരും നശിച്ചു പോകില്ല, ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈശോ ഒരാൾ പോലും നശിച്ചു പോകാത്ത വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ നമ്മളിലേക്ക് ചൊരിയുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് ഈശോയെ ആരാധിക്കാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മ്യൂസിക് മിനിസ്ട്രി ടോജോയും കൂട്ടായ്മയെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. പ്രവാചക നേതൃത്വം മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ, അങ്ങ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയ എല്ലാ നേതൃത്വ സമൂഹത്തെയും അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിലേക്ക് ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇനിയും പ്രാർത്ഥിക്കും. ഈശോ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സന്തോഷത്തിന്റെ ദിനങ്ങൾ ഈശോ കൂട്ടിച്ചേർക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹം പോലെ ഈശോ ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും വല്ലപ്പോഴും ഓർക്കുക. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ബഹുമാനപ്പെട്ട ആൻമരിയ സിസ്റ്റർ തുടർന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തർക്കുമായിട്ട് നമുക്ക് നിങ്ങൾ സൂമിലൂടെ തന്നെയുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഹാൻഡ് റേസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
നിങ്ങളുടെ നമ്മുടെ ക്യൂവിൽ അനുസരിച്ചായിരിക്കും നിങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് അൺമ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആക്കും. നിങ്ങൾ ആ ഓപ്ഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് റെഡി ആയിരിക്കണം. അപ്പൊ സിസ്റ്റർ നിങ്ങളുടെ പേര് വിളിക്കും. പേര് വിളിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി എന്നുള്ള കാര്യം നിങ്ങൾ ക്വിക്കായിട്ട് പെട്ടെന്ന് സിസ്റ്ററിനോട് പറഞ്ഞാൽ സിസ്റ്റർ പ്രാർത്ഥിക്കും. ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തയാൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആക്കും. നിങ്ങൾ ആ ഓപ്ഷൻ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് റെഡി ആയിരിക്കണം. ഇത്രയും പേര് ഹാൻഡ് റേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ലോവർ ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റർ പേര് വിളിക്കുന്നതായി. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി നമ്മളെല്ലാവരെയും സമർപ്പിക്കാം. ഈശോയുടെ വലിയ കരുണയും സ്നേഹവും ഒക്കെ ഉണ്ടാവട്ടെ. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതിന്റെ പേരിൽ ആരും സങ്കടപ്പെടരുത്. ഈശോയാണ് എല്ലാവരെയും അനുഗ്രഹിക്കുക. കർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഒരു വചനം നിങ്ങളോട് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ തെറ്റിദ്ധാരണകളുമായിട്ട് നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കരുത്. ഈശോയുടെ ഇഷ്ടം, ഈശോ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത് കർത്താവ് 3 ദിവസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു അവസരം ചിലർക്കൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് ആരും കരയാനോ ഒന്നും പോകണ്ട. ഈശോയുടെ മുമ്പ് കീഴടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം വിട്ടു. നമ്മൾ ഒരു നിമിഷം കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു നിയോഗം ആരും ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചപ്പം പറഞ്ഞതുപോലെ കല്യാണം ഇത്ര വർഷമായ സിസ്റ്റർ കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിക്കണം. അതിനപ്പുറത്ത് ഒന്നും ആരും കൂട്ടിച്ചേർക്കേണ്ടതില്ല. ഇന്ന ട്രീറ്റ്മെന്റിന് പോയെന്നോ നിങ്ങൾ അത് ചെയ്തെന്നോ ഫെയിലായെന്നോ ഒന്നും നിങ്ങൾ പറയണ്ട. ഇത്ര വർഷമായി കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കണം. അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കുറച്ചു പേർ കൂടി പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടും. നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ മഹത്വം ഈശോയെ, നന്ദി ഈശോയെ, ആരാധന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നിന്റെ മക്കളോട് സംസാരിക്കണം, നിന്റെ മക്കളോട് വചനത്തിലൂടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളുടെയും മേലെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം.